യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം സംബന്ധിച്ച കാര്യത്തിൽ സമവായത്തിലെത്താനാകാതെ ദേശീയ നേതൃത്വം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒറ്റ പേര് നിർദ്ദേശിക്കാത്തതാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് തലവേദനയായത്. ഇതോടെ പന്ത് വീണ്ടും ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരാഴ്ചക്കകം പുതിയ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കാനാണ് ദേശീയ നേതൃത്വം നീക്കം നടത്തുന്നത്. റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും കോൺഗ്രസിനുള്ളിൽ വലിയ പുകച്ചിൽ നടക്കുന്നുണ്ട്. ഈ ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പലതരത്തിലുള്ള പേരുകളൊക്കെ നേരത്തെയൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ പേരുകൾക്കൊക്കെ ഇപ്പോഴും ആ ബലമുണ്ടോ റിയാസ്? കാളിദാസ്, തീർച്ചയായും ആ പേരുകൾ തന്നെയാണ് ഇപ്പോഴും ബലപ്പെട്ട് കിടക്കുന്നത്. ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സാധ്യത ഇപ്പോഴും കൽപ്പിക്കപ്പെടുന്നത് കെ എം അഭിജിത്തിനാണ്. NSUവിൻ്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറി, KSUവിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും ഒക്കെ ആയിട്ടുള്ള കെ എം അഭിജിത്തിനാണ്. മറ്റൊന്ന് അബിൻ വർക്കിക്കാണ്, നിലവിലെ സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള അബിൻ വർക്കിക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഈ വൈസ് പ്രസിഡന്റുമാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് അബിൻ വർക്കിയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട KC വേണുഗോപാലിന്റെ സ്വന്തം ആളായിട്ടുള്ള ബിനു ചുള്ളിലിന്റെ പേരാണ് മറ്റൊന്ന് പറയുന്നത്. മറ്റൊന്ന്, ഈ തൃശ്ശൂരിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായിട്ടുള്ള OJ ജനീഷിന്റെ പേരും പറയപ്പെടുന്നു. അങ്ങനെ 4 പേരുകളാണ് ഇപ്പോൾ പ്രധാനമായും പരിഗണിക്കുന്നത്. അതിൽ തന്നെ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ശ്രാവൺ റാവു നേതാക്കളെ കണ്ട് ഈ ഒരു സമവായത്തിലെത്താനുള്ള ഒരു ശ്രമത്തിലൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഒറ്റ പേരിലേക്ക് ആരും എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു പേര് മാത്രമായി നിർദ്ദേശിക്കുന്നില്ല. ഒറ്റ പേര് നിർദ്ദേശിച്ച ഒരേ ഒരു നേതാവേ ഉള്ളൂ, അത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല പറയുന്ന പേര് അബിൻ വർക്കിയുടേതാണ്. അബിൻ വർക്കിക്ക് നീതി ലഭ്യമാക്കണം എന്നുള്ളതാണ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തോട് വ്യക്തമാക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം, ഏറ്റവും യൂത്ത് കോൺഗ്രസിനെ അപമാനകരമായ ഒരു സാഹചര്യത്തിലേക്ക് ആ സാഹചര്യം കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ആ ഒരു ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്ന് പോലീസിനെതിരെ ഏറ്റവും ശക്തമായ രീതിയിൽ സമരമുറകൾ അഴിച്ചുവിടേണ്ട ഒരു സമയമാണിത്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വളരെ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉള്ളൂ. അതിനിടെയാണ് പൊതുസമൂഹം പോലും പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന് ഒരു വലിയൊരു ആയുധം, രാഷ്ട്രീയ ആയുധം വീണ് കിട്ടിയിട്ടും സമരം നടത്താൻ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകാൻ നാഥനില്ലാത്ത രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് ആയിട്ട് ഇന്നത്തേക്ക് 16 ദിവസം പിന്നിടുന്നു. അതിനിടെയാണ് ഈ ശ്രാവൺ റാവു കേരളത്തിൽ ഓടി നടന്ന് ഓരോ നേതാവിനെയും കണ്ട് അവരുടെ അഭിപ്രായം, ആരെയാണ് നമുക്ക് ഇതിൽ നിന്നും തെരഞ്ഞെടുക്കാൻ പറ്റുക എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹം കണ്ടു. അതിൽ ചെന്നിത്തല മാത്രമാണ് ഒറ്റ പേരെന്ന രീതിയിൽ പറഞ്ഞത്. ചെന്നിത്തല അബിൻ വർക്കിയുടെ പേരാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് ബിനു ചുള്ളിയിലോ അല്ലെങ്കിൽ OJ ജനീഷോ എന്നുള്ളതാണ്. KC വേണുഗോപാലിനും താല്പര്യം ഈ ബിനു ചുള്ളിയിലിന്റെ പേരാണ്. പക്ഷെ ബിനു ചുള്ളിയിലിനെ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് ചില പൊട്ടിത്തെറികൾക്കുള്ള ഒരു സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം ഈ അടുത്താണ് ബിനു ചുള്ളിയിലെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ബിനു ചുള്ളിയിൽ നല്ല നേതാവാണ്, നല്ല സംഘാടകനാണ്, ഒക്കെയാണ്. പക്ഷേ ഈ തൊട്ടടുത്ത് തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ദേശീയ ജനറൽ സെക്രട്ടറി ആക്കപ്പെട്ട ഒരാളെ വീണ്ടും ഒരു കനപ്പെട്ട പദവിയിലേക്ക്, താക്കോൽ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിനോട് വലിയ വിയോജിപ്പുണ്ട്. മാത്രമല്ല KM അഭിജിത്തിനെ സംബന്ധിച്ച് ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് അവസാന നിമിഷം വരെ ഉറപ്പ് ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. പക്ഷേ അതിൽ നിന്നും തഴയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഈ KM അഭിജിത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ട 4 പേരിൽ പലരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും കാര്യമായി അറിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും കൃത്യമായി അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് അത് ആക്ഷേപമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മർദ്ദനത്തിന്റെ ക്രൂരമായ ദൃശ്യങ്ങൾ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വയനാട്ടുകാരൻ ജഷീർ പള്ളിവയൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് യൂത്ത് കോൺഗ്രസ് ഇതിൽ നല്ലത് യൂത്ത് കോൺഗ്രസ് പിരിച്ചുവിടുന്നതാണ് എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവായ ജഷീർ തന്നെ ആ രോഷം, യൂത്ത് കോൺഗ്രസിനകത്തുള്ള അമർഷം പരസ്യമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതിന് പിന്നാലെയാണ് ദേശീയ നേതൃത്വം ഒന്നുകൂടി ഇത് ഊർജിതപ്പെടുത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെന്നിത്തല ഒരാളുടെ പേര് പറഞ്ഞപ്പോൾ VD സതീശൻ 2 പേരുടെ പേര് പറഞ്ഞു. സ്വാഭാവികമായും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ അടുത്താണ് പിന്നീട് പോയത്. സണ്ണി ജോസഫ് ആണെങ്കിൽ 3 പേരുടെ പേര് പറയുകയും ചെയ്തു. ഒറ്റ പേരിലേക്ക് വന്നിട്ടില്ല. KM അഭിജിത്ത്, ബിനു ചുള്ളിയിൽ, ഒപ്പം തന്നെ OJ ജനീഷ് എന്നിവരുടെ പേരാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അബിൻ വർക്കിയുടെ
കെയുടെ പേര് ചെന്നിത്തലയും പറഞ്ഞു. സ്വാഭാവികമായും ഇതിൽ ഏത് തലത്തിലേക്ക് വരും എന്നുള്ളതാണ്. കെ എം അഭിജിത്തിന് തന്നെയാണ് കൂടുതൽ MP-മാരുടെ പിന്തുണയുള്ളത്. അതുകൊണ്ട് അഭിജിത്തിന്റെ പേരിന് മുൻതൂക്കം വരുന്നു. നിലവിൽ ഈ കേരളത്തിൽ സമവായത്തിലെത്തി കേരളത്തിൽ നിന്ന് തന്നെ ഒരു പ്രഖ്യാപനം നടത്തുക എന്നതായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഒരു ധാരണയിൽ എത്തിയിരുന്നത്. പക്ഷേ അത് കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായതോടുകൂടി ഇപ്പോൾ ആ പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. ഒരാഴ്ചക്കകം എങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പ്രഖ്യാപിക്കണമെന്നാണ് ദേശീയ നേതൃത്വം ലക്ഷ്യമിടുന്നത്. ഇല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങേറ്റം വലിയ നാണക്കേടാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം 16 ദിവസമായി ഇപ്പോൾ തന്നെ, ഇനി ഒരാഴ്ച കഴിയുമ്പോൾ അത് 20 ദിവസവും പിന്നിട്ട് ഒരു മാസത്തിനടുത്ത് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ലാത്ത ഒരു സാഹചര്യം, ഇതുവരെ ഇല്ലാത്ത ഒരു സമാനതകളില്ലാത്ത ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു രാഷ്ട്രീയ അവസരം വന്ന് വീണ് കിട്ടിയിട്ടും അത് കൃത്യമായി ഉപയോഗിക്കാനുള്ളൊരു സാഹചര്യം നാദരില്ല കളരി ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളത്. എങ്കിൽ കൂടിയും ഈ പ്രാദേശിക തലങ്ങളിൽ, ജില്ലാ തലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കമ്മീഷൻ ഓഫീസുകളിലേക്കൊക്കെ മാർച്ച് നടത്തിയിരുന്നു. പക്ഷെ അതിനൊരു ശക്തി വരണമെങ്കിൽ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു പ്രക്ഷോഭം ഉണ്ടാവേണ്ടത് അനിവാര്യതയായി വരുന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ അധ്യക്ഷനില്ലാതെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. ഹൈക്കമാൻഡ് ആയിരിക്കും ആരെ വേണം എന്ന് തീരുമാനിക്കുക. അതിലൊരു പക്ഷേ KC വേണുഗോപാലിന്റെ ആ ഒരു ഇടപെടൽ കൂടി നിർണായകമാകും. MP-മാരുടെയും താല്പര്യം നിർണായകമാകും. അങ്ങനെയെങ്കിൽ KM അഭിജിത്തോ ബിനു ചുള്ളിയിലോ ആരായിരിക്കും? അതിൽ OJ ജനീഷ് വരുമോ? അബിൻ വർക്കിക്ക് നീതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിലേക്ക് ഈ ഒരു ചുമതല അങ്ങനെ പോവാണ്. ഇനിയിപ്പോൾ ദേശീയ നേതൃത്വത്തിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ടോ ഇത് എത്രയും പെട്ടെന്നൊരു സമവായത്തിൽ എത്തിക്കാൻ? അല്ലെങ്കിൽ ഈ യൂത്ത് കോൺഗ്രസ് എന്ന നാഥനില്ല കളരിക്ക് നാഥനെ കണ്ടുപിടിക്കേണ്ട ചുമതല പൂർണ്ണമായും ഹൈക്കമാൻഡിലേക്ക് എത്തിയോ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? തീർച്ചയായും ഹൈക്കമാൻഡിന്റെ കോർട്ടിലേക്കാണ് ഈ പന്ത് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇനി എങ്ങോട്ടേക്ക് അത് ആ പന്ത് തട്ടണമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. പക്ഷേ ആ പന്ത് തട്ടുന്നതിന് മുൻപ് എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവസാന വട്ടം ഒന്നുകൂടി അഭിപ്രായം ഫോണിലായാലും ഹൈക്കമാൻഡ് നേതൃത്വം ആരായും, പ്രത്യേകിച്ച് ഈ കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിലിരിക്കുന്ന നിലവിലുള്ള UDF-ന്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഒപ്പം തന്നെ പ്രവർത്തക സമിതി അംഗം എന്ന രീതിയിൽ രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം ചോദിക്കും. സ്വാഭാവികമായും K സുധാകരനും MK രാഘവനും ഷാഫി പറമ്പിലും അടക്കമുള്ള MP-മാരുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. ഒരുപക്ഷെ മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്മാരുടെ അഭിപ്രായവും ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, KC-യുടെ ഇഷ്ടം പോലെ ബിനു ചുള്ളിയിൽ വരുമോ, അതല്ല MP-മാരുടെ ഇഷ്ടം പോലെ KM അഭിജിത്ത് വരുമോ? ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നീതി ഉറപ്പാക്കണമെന്ന ചെന്നിത്തലയുടെ വാക്കിന് ഹൈക്കമാൻഡ് മുൻതൂക്കം നൽകിയാൽ അബിൻ വർക്കി വരുമോ, അതല്ല OJ ജനീഷ് വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ അഭിപ്രായങ്ങളിൽ ഏറ്റവും മുൻതൂക്കം, ആളുകളുടെ ഒരു ഇത് നോക്കുമ്പോൾ അഭിപ്രായങ്ങൾ മുൻതൂക്കം വരുന്ന KM അഭിജിത്തിന് തന്നെയാണ്. പക്ഷേ അപ്പോഴും എന്നുള്ളത് ഇപ്പോഴും അനന്തമായി നീളുകയാണ്. നാളെയാണ് എന്ന് നമ്മൾ ലോട്ടറി വിളിച്ചു പറയുന്നത് പോലെ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം നാളെ വരും എന്ന് പറയേണ്ട ഗതികളിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിപ്പോകുന്നു എന്നുള്ള ഒരു വളരെ ദുഃഖകരമായൊരു വസ്തുതയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കേണ്ടി വരുന്നത്. ഇങ്ങനെ നാദനില്ല കളരിയെ യൂത്ത് കോൺഗ്രസ് പോവുകയാണെങ്കിൽ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരാവുന്ന പല വിഷയങ്ങളും, ജനകീയ വിഷയങ്ങളായി കൊണ്ടുവരാവുന്ന വിഷയങ്ങളും സമരങ്ങളും ഒന്നും നടത്താൻ യൂത്ത് കോൺഗ്രസിന് നാഥനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. അതുകൊണ്ട് അതിന് എന്തായാലും ഹൈക്കമാൻഡ് നിൽക്കില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പുതിയ അധ്യക്ഷനെ നമുക്ക് പ്രതീക്ഷിക്കാം. കാളി, അത് തന്നെയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന് ഏറ്റവും അധികം രാഷ്ട്രീയ ആരോപണങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരുപാട് മുന്നിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് കേരളത്തിൽ. ആ ഒരു സമയത്താണ് ഇപ്പോൾ അധ്യക്ഷനില്ലാതെ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ പോരാടുന്നത് എന്നുള്ളതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് പറയാൻ സാധിക്കും. റിയാസ് KM ആണ് വിവരങ്ങൾ നൽകിയത്.